ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡും അതുപോലെ തന്നെ നാളെ നടക്കാൻ പോകുന്ന പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇത് 100% ഒറിജിനൽ എപ്പിസോഡാണ്. അതുപോലെ തന്നെ ഇതിന്റെ തമിഴ് റീമേക്കും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഓണത്തിന്റെ ഫുഡ് കഴിക്കണ രംഗമാണ് കാണിക്കണത്. അങ്ങനെ ഓണത്തിന്റെ ഫുഡ് കഴിക്കണ തിരക്കിൽ എല്ലാവരും ഓണത്തിന്റെ ഫുഡൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അരവിന്ദനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നീള അവിടേക്ക് ഓടി വരുന്നത്. എനിക്ക് അച്ഛനെ മടിയുന്നു, ഓണസദ്യ കഴിക്കണം. അമ്മ പറയുന്നുണ്ട്, എടി അച്ഛൻ ഇന്നെങ്കിലും സമാധാനത്തോടെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് ദേ അപ്പുറത്തെ ഇലയിട്ടേക്കണ കണ്ടില്ലേ, അവിടെ പോയി കഴിക്കടി എന്ന് പറയാണ്. അങ്ങനെ നീള തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണ്ട, അച്ഛാ എനിക്ക് ഊണ് വാരിത്തരണം എന്ന് പറയാണ്. അത് കേട്ട് സുജാത പറയുന്നുണ്ട്, ഏട്ടൻ എല്ലാ പെമ്മക്കളെയും കൊഞ്ചിച്ച് ലാളിച്ചു വെച്ചിരിക്കുകയാണ്, കണ്ടില്ലേ എല്ലാം വഷളായി എന്നൊക്കെ സുജാത അമ്മായി പറയുന്നുണ്ട് കേട്ടോ. നീ ഒന്നും മിണ്ടാതിരിക്കടി, ഓണത്തിനടക്ക അവളുടെ ഒരു കുശുമ്പും കുഞ്ഞായ്മയും എന്ന് നമ്മുടെ അമ്മുമ്മ പറയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടേക്ക് ഗംഗ വരുന്നുണ്ട് കേട്ടോ. ഗംഗയാണെന്നുണ്ടെങ്കിൽ പായസമായിട്ടാണ് വരുന്നത്. അപ്പോ അച്ഛൻ ചോദിക്കണ്ടേ, എന്താ മോളെ ഗംഗ കയ്യില്? അച്ഛ അത് പായസമാണ്, അത് നീ അവിടെ വെക്ക്, എന്നിട്ട് നീ ഇരിക്കുക എന്ന് പറയാണ്. അയ്യോ അച്ഛ ഞാനിപ്പോ എവിടെ ഇരിക്കുക എന്ന് നോക്കുമ്പോഴേക്കും വിനീതിന്റെ തൊട്ടിപ്പുറത്ത് മാത്രമേ ഇല ഇട്ടിട്ടുള്ളൂ, വേറെ എവിടെയും ഇലയില്ല കേട്ടോ. അപ്പോ അവിടെ ഇരിക്കാൻ ഗംഗക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. അച്ഛ ഞാൻ എവിടെ ഇരിക്കേണ്ടത്? ഇലയിട്ടങ്ങനെ കണ്ടില്ലേ മോളെ, അവിടെ പോയി ഇരിക്കേ. അത് അമ്മായി ഇപ്പുറത്തിരിക്കോ? പിന്നെ ഞാൻ ഊണില് സദ്യയില് കൈയിട്ടു, ഞാനിരിക്കില്ല. അമ്മുമ്മേ പ്ലീസ്, അമ്മുമ്മ അപ്പുറത്തിരിക്കാവോ, ഞാൻ ഇവിടെ ഇരിക്കട്ടെ. എടി ഞാന് ഭക്ഷണം കഴിക്കണം, നീ കണ്ടില്ലേ ഭക്ഷണം കഴിക്കാനത്തെ രാജാവ് വന്നാൽ പോലും എഴുന്നേക്കാൻ പാടില്ല, പിന്നെയല്ലേ ഓണസദ്യ കഴിക്കുമ്പോ, നീ അങ്ങനെ അപ്പുറത്ത് പോയി ഇരിക്കടി, നിനക്ക് എന്താ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഗംഗ ഇഷ്ടമല്ല മനസ്സോടുകൂടി തന്നെ വിനീതിന്റെ തൊട്ടടുത്ത് വന്നിരിക്കുകയാണ്. വിനീത് ഒരു കോളടിച്ച പോലെ ഗംഗനെ ഇങ്ങനെ ആർത്തിയോടെ നോക്കിക്കൊണ്ടിരിക്കാട്ടോ. ഗംഗ ഇടം കണ്ടിട്ട് വിനീതിനെ നോക്കുന്നുണ്ട്. വിനീത് അപ്പൊ തന്നെ വിനീതിന്റെ സദ്യയിൽ ഉണ്ടായിരുന്ന, അതായത് ഇലയിൽ ഉണ്ടായിരുന്ന കുറച്ച് ശർക്കര വരട്ടി ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് നമ്മുടെ ഗംഗയുടെ ഇലയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആ ഇലയിൽ നിന്ന് ശർക്കര വരട്ടി എടുത്തിട്ട് തിരിച്ച് വിനീതിന്റെ ഇലയിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് ഗംഗ. അത് ചോദിക്കുമ്പോൾ വിനീത് ചോദിക്കണ്ടേ, എന്താ ഗംഗക്ക് മധുരം ഇഷ്ടമല്ലേ? എനിക്ക് വേണ്ട എന്ന് ഗംഗ പറയാണ്. ഇതെല്ലാം തന്നെ അരവിന്ദൻ ശ്രദ്ധിക്കുന്നു കേട്ടോ. അരവിന്ദനെ വല്ലാത്ത വിഷമവുമാണ്, കാരണം ഗംഗക്ക് വിനീതിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അരവിന്ദനെ മനസ്സിലായി. അരവിന്ദന്റെ മുഖം ആകെ മാറുന്നുണ്ട്. അപ്പോഴേക്കും നിള പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് സദ്യ വാരിത്താ. ആ ശരി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഊണെടുത്തിട്ട് നിളക്ക് വാരി കൊടുക്കുക. അച്ഛാ ഇതിൽ കറിയൊന്നും ഇല്ലല്ലോ. അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് കറിയൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ നിളക്ക് വാരി കൊടുക്കുകയാണ്. അതിനുശേഷം അരവിന്ദന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അരവിന്ദൻ ഊണൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാണോ, ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാട്ടോ. കാരണം ഗംഗയുടെ വിനീതിന്റെ വിവാഹം ചെറുപ്പത്തിൽ ഉറപ്പിച്ചു വെച്ചതാണ്. പക്ഷെ ഗംഗക്ക് ഒട്ടും തന്നെ വിനീതിന് താല്പര്യമില്ലല്ലോ. അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ അച്ഛൻ കേട്ടോ. ആ സമയത്ത് വിനീതാണെങ്കിൽ അമ്മുമ്മ എടുത്ത് പറയുന്നുണ്ട്, അമ്മുമ്മ താങ്ക് യു സോ മച്ച്, അമ്മയും കൂടി പ്ലാൻ ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി, ഇലയിട്ടത്. പിന്നെ അല്ലാതെ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോവല്ലേടാ, അപ്പോ കുറച്ചൊക്കെ അടുത്തിടപഴകണ്ടേ. എന്തായാലും നന്ദി അമ്മുമ്മേ, നിന്റെ നന്ദിയൊക്കെ രണ്ടായിട്ട് മടക്കി നിന്റെ കയ്യിൽ വെച്ചോ, എനിക്കിതിന് സമ്മാനം വേണം. സമ്മാനോ? എന്ത് സമ്മാനം? അത് ഒരു 2 പവന്റെ മാല. 2 പവനോ? അത് കുറച്ച് കൂടുതലല്ല അമ്മുമ്മേ. അല്ലാന്നുണ്ടെങ്കിലേ നീ പണി നോക്ക്. ശരി 2 പവനെങ്കിൽ 2 പവൻ. ഓക്കെ ഞാൻ വാങ്ങിച്ചുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് വിനീത് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീള അവിടേക്ക് വരുന്നുണ്ട്. ഏട്ടാ എന്താ ഏട്ടാ എന്താ നീളെ? അത് അച്ഛനെ കണ്ടായിരുന്നോ? അമ്മാവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കാണുന്നില്ല. നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് നീളേനെയും കൂട്ടി വിനീത് നോക്കുമ്പോഴേക്കും നമ്മുടെ അച്ഛനെവിടെ മാറുന്നിട്ട് എന്തൊക്കെയോ ആലോചിക്കാട്ടോ. അപ്പോ വിനീത് ചോദിക്കണ്ട്, മാമൻ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? നീളമോള് കുറെ നേരം മാമൻ അന്വേഷിക്കുന്നു. ഞാനൊരെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും പുറത്തു വരാം, ഒന്ന് പോണം. ഞാൻ വരാം മാമ, ഞാൻ വണ്ടി ഓടിച്ചോളാം. അത് ശരിയാവില്ലടാ, ഞാൻ പോയിക്കോളാം. അതെന്താ മാമ, എപ്പോഴും ഞാനല്ലേ വണ്ടി എടുക്കുന്നത്? എന്തു പറ്റി? എടാ കുറെ വർഷത്തിന് ശേഷം ഞാൻ ഗൾഫിൽ നിന്ന് വന്നതല്ലേ, മക്കളോടും ഭാര്യയോടും കുറച്ച് കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. വീട്ടിൽ നിന്ന് പറ്റില്ല, പുറത്തുനിന്ന് സംസാരിക്കണം. പിന്നെ അവരായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകണം, അത്രയും ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ട് നീ വരണ്ട എന്ന് പറയാണ്. ആ സമയത്ത് വിനീതിന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കണ നിവിനെയാണ്. നിവിനും അമ്മയും കൂടി അമ്പലത്തിൽ പോയി വരികയായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും നിന്നെ അടുത്തൊന്നും ഞാൻ ഇനി പുറത്തേക്ക് വിടാൻ പോകുന്നില്ല അമ്മേ. ദേ ചതിക്കല്ലേ, എനിക്ക് പോണം. അങ്ങനെ പെട്ടെന്ന് പോയാലോ? നിനക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. നിന്റെ അച്ഛന്റെ കാര്യം അറിയാലോ, വർഷത്തിൽ 1 or 2 പ്രാവശ്യമാണ് വരുന്നത്. അപ്പോ നീയെങ്കിലും ഇവിടെ വേണ്ടേ? നിന്നെ ഒന്ന് പിടിച്ചു കെട്ടാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുക. അമ്മയ്ക്ക് എന്താ ഇപ്പൊ വേണ്ടത്? എടാ നമ്മളിപ്പോ എവിടെയാ പോണെന്നറിയാവോ? ഒരു പെണ്ണ് കാണാനാ. അയ്യേ പെണ്ണ് കാണാനോ?
ആ നിന്റെ മുറപ്പെണ് രേണുവിനെ തന്നെ. അയ്യേ ഞാൻ അവളെ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്, എനിക്കിനി കാണണ്ട. എടാ നീ ഒന്ന് വണ്ടി വണ്ടി നിർത്തിക്കടാ എന്ന് പറയണ. എന്താടാ വണ്ടി നിർത്തടാ. എന്നിട്ട് നമ്മുടെ നിവിൻ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കൂട്ടാനോട് പറഞ്ഞിടാ നീ വണ്ടി എടുത്ത് അമ്മനെ കൊണ്ട് രേണുവിനെ കാണാനോ അമ്മാവന്റെ വീട്ടിലോ എവിടെ അച്ഛ പോയിക്കോ. എടാ നിന്നെയല്ലേടാ അവർക്ക് കാണേണ്ടത്. എടാ നീ രേണുവിനെ കാണ്, എന്നിട്ട് നിനക്ക് കണ്ടിഷ്ടപ്പെട്ടെങ്കിലേ നീ അമ്മാവനോട് അമ്മയുടെ പറഞ്ഞ കല്യാണം ഉറപ്പിക്കടാ. അത് പിന്നെ ആഹോ നിന്റെ ആഗ്രഹം കൊള്ളാലോ, പോടാ പോയി വണ്ടി എടുത്തിട്ട് പോടാ എന്ന് പറയണം. അപ്പൊ അമ്മ ചോദിക്കണേടാ എന്താണ് നീ വരുന്നില്ലേ. ഞാൻ വരുന്നില്ല, രേണുവിനെ ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടതല്ലേ. അവൾക്ക് ഇനിയിപ്പോ വല്ല മാറ്റം ഉണ്ടെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും, അവളെ ലേറ്റസ്റ്റ് ഫോട്ടോ മേടിച്ചിട്ട് എനിക്കൊന്ന് അയച്ചതാ, അപ്പൊ ഞാൻ കണ്ട് രസിച്ചോളാം. ഓക്കെ അമ്മ പോവാൻ നോക്ക് എന്ന് പറയണം. ഓ ഇവന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അവര് പോകുകയാണ്. നിവിനാണെങ്കിൽ അവര് പോയിക്കുമ്പോഴേക്കും ഫോണിൽ നിന്ന് നമ്മുടെ കാവേരിയുടെ ഫോട്ടോ എടുക്കാണ്. എനിക്ക് ഇവളെ മതി, ഇവളെ പോലത്തെ ഒരു തത്തമ്മ തന്റെ അടി പെണ്ണിനെ എന്ന് പറഞ്ഞിട്ട് കാവേരിയുടെ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിവിൻ കേട്ടോ. അതിനുശേഷം കാണിക്കണത് എന്താണ്, രാജേശ്വരിക്ക് പണി കൊടുത്ത ആ ഒരു പയ്യനുണ്ടല്ലോ കിരൺ മാധവ്, അവനെയാണ് കാണിക്കണത്. അവനിങ്ങനെ അവന്റെ കൂട്ടുകാർ പറഞ്ഞു ഷോ എന്തൊക്കെ പറഞ്ഞാലും ആ രാജേശ്വരി അവര് നമ്മളെ ശരിക്കും മുഖത്തടിക്കണ പോലെ ആട്ടി വിട്ടലോടാ. പക്ഷെ അവര് റിസോർട്ടിൽ നമ്മളെ പുറത്താക്കിയില്ല, അവർക്ക് പേടിയുണ്ട്, അവർക്കൊരു പണി കൊടുക്കണം, അവരുടെ ഒരു അഹങ്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെയാണ് ഈ കിരണിന്റെ കൂട്ടുകാരൻ കയ്യിൽ കയറി പിടിച്ച പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് അതിലേ കൂടി വരുമായിരിക്കും കേട്ടോ. അപ്പൊ കൂട്ടുകാരൻ പറയണ്ടേ എടാ കിരണെ നോക്കിക്കേടാ ആരാ വരുന്നേന്ന്, ഇത് അവളല്ലേ. അതെ അതെ അവൾക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയ അവസരം തന്നെ എന്ന് പറഞ്ഞിട്ട് കിരൺ വേഗം തന്നെ അവളെ പിടിച്ചു നിർത്തുന്നുണ്ട്. എടി പെണ്ണെ ഞങ്ങളെ മനസ്സിലായോടി നിനക്ക് എന്ന് ചോദിക്കാണ്. അപ്പൊ ആ പെണ്ണ് ആലോചിക്കുന്നുണ്ട് ഇവര് റൂമിലേക്ക് കൈ പിടിച്ച് വലിച്ചു കയറ്റാൻ നോക്കിയതൊക്കെ. ആ പെണ്ണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുമ്പോഴേക്ക് അങ്ങനെ പോയാലോ ഞങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണ്ടേ പെണ്ണെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണ് കയറി പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്ക് ആ പെണ്ണ് അവരെ ഉന്തിയിട്ടിട്ട് നേരെ ഓടി പോകുക തൊട്ടു പിന്നാലെ കിരണും പോകുന്നുണ്ട്. അങ്ങനെ ആ പെണ്ണ് ഓടി ഓടി പോയി വീഴുന്നത് അരവിന്ദന്റെ കാറിന്റെ ഫ്രണ്ടിലേക്കാട്ടോ. ആ പെണ്ണ് പറയണ്ട സർ എന്നെ രക്ഷിക്കണം സർ, ഒരാളിനെ ഉപദ്രവിക്കാൻ വരുന്നു സർ, രക്ഷിക്കണം സർ എന്ന് പറയാണ്. കിരൺ വരുന്നുണ്ട്. എടി വാടി നീ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് വിളിക്കാണ്. അപ്പോഴേക്കും അരവിന്ദൻ വണ്ടി ഇറങ്ങുന്നുണ്ട്. എടാ കയ്യിന്ന് വിടടാ അവളുടെ. എടാ മൂപ്പിലാരെ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോവാൻ നോക്കി, ഇവളെ ഞങ്ങൾക്ക് കുറച്ച് കണക്കൊക്കെ തീർക്കാനുണ്ട്, താൻ പോടോ എന്ന് പറയാണ്. എടാ ആ പെൺകുച്ചിന്റെ കയ്യിൽ നിന്ന് വിടാൻ, എടാ താൻ തന്നെ പണി നോക്കി പോടോ എന്ന് പറയാണ്. പെട്ടെന്നാണ് കിരൺ വണ്ടിയിലേക്ക് നോക്കണം. ആഹാ കൊള്ളാലോ മൂപ്പിലാരെ, ഇത് നിങ്ങളുടെ മക്കളാണോ അതോ ഛി നീ എന്ത് പറഞ്ഞടാ എന്ന് പറയുമ്പോഴേക്കും സർ എന്നെ രക്ഷിക്കണം എന്ന് ആ പെണ്ണ് കരഞ്ഞു പറയാട്ടോ. അപ്പോഴേക്കും നമ്മുടെ കാവേരി പറയണ്ട അച്ഛാ വാ വണ്ടി കയറ് എന്ന് പറയാണ്. ആ ദേ മൂപ്പിലാരെ മോള് വിളിക്കുന്ന കേട്ടില്ലേ, അച്ഛാ വാ വണ്ടി കയറ് മോളെ, പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് പരിചയപ്പെടാട്ടോ. ദേ നിങ്ങൾ വേഗം വണ്ടി എടുത്ത് പോവാൻ നോക്ക്, നിങ്ങളുടെ പെമ്മക്കളെ എന്റെ കൂട്ടുകാർ കാണണ്ട പിച്ച് ചീന്തു പോടോ എന്ന് പറയാണ്. അങ്ങനെ അരവിന്ദൻ വണ്ടി എടുക്കാട്ടോ. കിരൺ ആണെന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വലിച്ച് ഇങ്ങനെ 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 വലിച്ചു കൊണ്ടുപോയിട്ട് അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. ആ സമയത്ത് നമ്മുടെ അരവിന്ദൻ അവന്റെ വണ്ടിയുടെ മുമ്പിൽ തന്നെ കാറ് കൊണ്ട് ഡ്രോപ്പ് ചെയ്യാണ്. ആരാടത് എന്ന് ചോദിക്കുമ്പോ തന്നെ കാവേരിയും അതുപോലെ തന്നെ യമുനയും ഗംഗയും കൂടി ചേർന്നിട്ട് വണ്ടിയിൽ നിന്ന് അങ്ങ് ഇറങ്ങാണ്. ഓ ഇവരായിരുന്നോ, അതെ ചേട്ടന്മാർക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമെന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. അത് കൊള്ളാം, എങ്കിൽ ഇവളെ വിട്ടേക്കാം, നിങ്ങൾ രണ്ടുപേരും മതി, ഞങ്ങൾ താങ്ങോ ചേട്ടന്. പിന്നെ താങ്ങും എന്ന് കിരൺ പറയാണ്. അപ്പോ ഗംഗെ തുടങ്ങിയാലോ എന്ന് കാവേരി പറയുമ്പോ പിന്നെ തുടങ്ങാം എന്ന് പറയാണ്. ഗംഗ ഒരൊറ്റ ചവിട്ട് വെച്ചു കൊടുക്കാണ്. അപ്പോഴേക്കും നമ്മുടെ കിരൺ മാധവ് തെറിച്ച് വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അടിയായി വഴക്കായി ബഹളമായി. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ ഇവരുടെ അടിയും വഴക്കൊക്കെ കണ്ടിട്ടേ നമ്മുടെ രാജേശ്വരി അവിടേക്ക് വരുന്നുണ്ട്. രാജേശ്വരിക്ക് അപ്പൊ തന്നെ കാവേരി എടുത്തും ഗംഗ എടുത്തും ഒരു മതിപ്പൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കിരണിന്റെ അച്ഛൻ മാധവാണെന്നുണ്ടെങ്കിൽ അരവിന്ദനെ ഇടിച്ച് ചമ്മന്തിയാക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. എന്റെ മോന്റെ നേരെ കൈവച്ചു നിങ്ങളുടെ പെമ്പിള്ളേര്, നിങ്ങളെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ, ബൈ ബൈ.